ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SBI ക്ലർക്കിന്റെ 21-ാം തീയതി നടന്ന എക്സാമിന്റെ സെക്കൻഡ് ഷിഫ്റ്റ് അനാലിസിസ് ആണ്. എനിക്ക് 21-ാം തീയതി സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സാം മൊത്തത്തിൽ എങ്ങനെയായിരുന്നു, ഓവറോൾ ഈസി ആയിരുന്നു, മോഡറേറ്റ് ആയിരുന്നു, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സെക്ഷനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഓപ്പൺ ആയ സെക്ഷൻ ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ്, ക്വാണ്ട്, റീസണിങ് ഈ ഒരു ഓർഡറിലാണ് നമുക്ക് എക്സാം ഓപ്പൺ ആവുന്നത്. ആദ്യം ഇംഗ്ലീഷിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 20 മിനിറ്റ് 30 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ സെന്റൻസ് അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു. ഒരു 5 കുട്ടി സെന്റൻസ് തന്നിട്ട് അതിന് ഓർഡറിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാച്ച് ദ കോളം ഉണ്ടായിരുന്നു. മാച്ച് ദ കോളം നല്ല ഈസി ആയിരുന്നു. ഒരു നമുക്കറിയാമല്ലോ, അതായത് കോളം ഫസ്റ്റ് കോളം 2 എന്ന് പറഞ്ഞിട്ട് മാച്ച് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ മിസ്പെൽറ്റിന്റെ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതും അത്യാവശ്യം ഈസിയാണ്. പിന്നെ ഫില്ലേഴ്സിന്റെ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു പാരാഗ്രാഫ് തന്നിട്ട് ABCD എന്ന് കൊടുത്തിട്ട് അത് നമുക്ക് ഫില്ലേഴ്സ് ഫിൽ ചെയ്യാനുള്ള അതും നല്ല ഈസിയാണ്, ഭയങ്കര സിമ്പിൾ ആയിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇംഗ്ലീഷ് സെക്ഷൻ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഈസി സെക്ഷൻ ആയിരുന്നു. പിന്നെ ആർ സിക്കകത്ത് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ RC-ക്കകത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാം അറ്റൻഡ് ചെയ്ത് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ എപ്പോഴും RC അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ RC ശരിക്കും പാരഗ്രാഫ് വായിച്ചിട്ട് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒരു RC-ക്കകത്ത് ഒരു 3 എങ്ങാണ്ടോ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 2 വേർഡ്സ്, കീപ്പ് ആൻഡ് മീൻസ്, ഇതിന്റെ സിനോണിംസ് കണ്ടുപിടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മീൻസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, കാരണം കീപ്പ് എന്ന വേർഡ്സിൽ കുറേ വേർഡ്സ് കണ്ടിട്ട് എനിക്കത് ഡൗട്ട് ആയതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എറർ സ്പോട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. എറർ സ്പോട്ടിങ്ങിനകത്ത് നമുക്ക് സെന്റൻസ് തന്നിട്ട് ഒരു 4 സെന്റൻസ് തന്നിട്ട് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ വേറെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 സെന്റൻസ് തന്നിട്ട് ഏറ്റവും 4 സെന്റൻസ് 4 ഓപ്ഷനാണ്, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം. പിന്നെ വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് കണ്ടുപിടിക്കണം. അങ്ങനെ 4 സെന്റൻസ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഓൾ ആർ കറക്റ്റ് അല്ലെങ്കിൽ ഓൾ ആർ ഇൻകറക്റ്റ് എന്നുള്ളതായിരിക്കും അടുത്തൊരു ഓപ്ഷനായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ വേർഡ് സാപ്പ് ഉണ്ടായിരുന്നു, അത് 2 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. അത് ഇംഗ്ലീഷ് കുറച്ച് അത്യാവശ്യമെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഒരു 30 അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഈസി സെക്ഷൻ ആയിരുന്നു കേട്ടോ ഇംഗ്ലീഷ്. എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ 21 കാരണം കൺഫേം അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ആലോചിച്ചിട്ടേ ഞാൻ ആ ഒരു കൊടുക്കത്തുള്ളൂ, കാരണം എനിക്ക് നെഗറ്റീവ് വരുന്ന ഒരു സെക്ഷനും കൂടിയാണ് ഇംഗ്ലീഷ്. അപ്പം അതുകൊണ്ട് ഞാൻ 21 അറ്റംപ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷിൽ. കോണ്ടിന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ കോണ്ടാണ് എനിക്ക് ഈ എക്സാമിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ സെക്ഷൻ. ഇതിനകത്ത് ഞാൻ അറ്റൻഡ് ചെയ്ത ഓർഡർ ആണ് കേട്ടോ ഈ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് വന്നത് അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓരോ ആൾക്കാർക്കും ഓരോ സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് വരുന്നത്. ചില ആൾക്കാർക്ക് ആദ്യം സിംപ്ലിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ ചിലർക്ക് ആദ്യം അരിത്തമെറ്റിക് പ്രോബ്ലം വരും. അപ്പം ഞാൻ ആദ്യം എടുത്തപ്പോൾ എനിക്ക് അരിത്തമെറ്റിക് പ്രോബ്ലം ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് സ്കിപ്പ് ചെയ്ത് ഏറ്റവും ലാസ്റ്റാണ് സിംപ്ലിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം പോകുന്ന വഴിക്ക് മിസ്സിംഗ് നമ്പർ കണ്ടു. 2 മിസ്സിംഗ് നമ്പർ എങ്ങാണ്ട് ഉണ്ടാകുന്നുള്ളൂ, 2ഓ 3ഓ എനിക്ക് കറക്റ്റ് അത് ഓർമ്മയില്ല കേട്ടോ. അപ്പം മിസ്സിംഗ് നമ്പർ ഡുവബിൾ ആണ്, അത് ഞാൻ 2 ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് DA ഉണ്ടായിരുന്നു, അരിത്തമെറ്റിക് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അരിത്തമെറ്റിക് ഒറ്റ സ്റ്റെപ്പിന് 10 കൊടുത്തിട്ടില്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്കാണ് അരിത്തമെറ്റിക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം 2 പിന്നെ 5 പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 DA ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 3 DA ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് ആദ്യം ചെയ്തത് സിംപ്ലിഫിക്കേഷൻ ആണ്. ഒരു 10 സിംപ്ലിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൽ ഒരു 2 മാത്രമേ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം നല്ല സിമ്പിൾ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ DA ആണ് ചെയ്തത്. DAയിൽ 5 ക്വസ്റ്റ്യൻ, ഒരു DAയിൽ ലൈൻ ഗ്രാഫ് വരുന്ന ഒരു DA ആണ്, അതിൽ 5 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള DA കേട്ടോ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബോക്സ് ബേസ്ഡ് ആയിട്ടുള്ള DA ഉണ്ടായിരുന്നു, അതും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കേസ്ലെറ്റ് ഉണ്ടായിരുന്നു, അതിൽ എനിക്ക് തോന്നുന്നു 3 മാർക്ക് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുട്ടി കേസ്ലെറ്റ് ആണ്, അതും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് അരിത്തമെറ്റിക് ചെയ്യാൻ വേണ്ടി വന്നത്. അരിത്തമെറ്റിക്കിൽ ഏറ്റവും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നമുക്കൊരു RRB ക്ലർക്കിനൊക്കെ ചോദിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ അരിത്തമെറ്റിക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അരിത്തമെറ്റിക് പ്രോബ്ലംസ് ഏറ്റവും ലാസ്റ്റാണ് ചെയ്തത്. അപ്പോൾ ക്വാണ്ട് ഓവറോൾ എനിക്ക് നല്ല ഈസി ആയിട്ട് ഫീൽ ചെയ്തൊരു സെക്ഷനാണ്. ക്വാണ്ടിൽ എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 30 ആണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് സെക്ഷൻ ആയാലും ഒരു 15+ ഒക്കെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന്, ഒരു കാൻഡിഡേറ്റിന് 15+ ഒക്കെ എന്തായാലും കൊടുക്കാൻ പറ്റും. അതുപോലെ ക്വാണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 20+ ഒക്കെ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ. റീസണിങ് നോക്കുകയാണെങ്കിൽ ഞാൻ വിഷമിച്ച് പോയൊരു സെക്ഷനായിട്ട് റീസണിങ്. കാരണം ഞാൻ എപ്പോഴും മോക്കെടുക്കുമ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് തോന്നുന്ന ഒരു സെക്ഷനാണ് ശരിക്കും റീസണിങ്. പക്ഷേ ഈ ഒരു റിയൽ എക്സാമിന് പോയപ്പോൾ എനിക്ക്
ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല റീസണിങ്ങിൽ എൻ്റെ അറ്റംപ്റ്റ്. കാരണം ആദ്യം നമുക്ക് അതിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, ഞാൻ ആദ്യം എപ്പോഴും 1 മാർക്കിൻ്റെ മിസ്ലേനിയസ് ആണ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റാണ് പസിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മീനിങ് ഫുൾ വേർഡ് ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ ഓപ്പൺ ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേർഡ് പെയർ ഉണ്ടായിരുന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിലോജിസം ഉണ്ടായിരുന്നു. സിലോജിസം ഒക്കെ സിമ്പിൾ ആയിരുന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്പർ സീരീസ്, നമുക്ക് എപ്പോഴും ആൽഫ ന്യൂമറിക് സീരീസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്തവണ നമ്പർ സീരീസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈവൻ നമ്പർ ഓഡ് നമ്പറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നമ്പർ സീരീസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നിക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിക്വാളിറ്റി ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് നല്ല സിമ്പിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ബ്ലഡ് റിലേഷനിലാണ് ശരിക്കും ഞാൻ പെട്ടുപോയത്. ആ ഒരു ബ്ലഡ് റിലേഷൻ ഇല്ലേ, അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബ്ലഡ് റിലേഷനൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആവാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ആ ബ്ലഡ് റിലേഷൻ ചെയ്ത് നോക്കി. അപ്പോൾ ബ്ലഡ് റിലേഷൻ ചെയ്തിട്ട് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉള്ളൊരു ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അതെനിക്ക് ഇപ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ട്. അതിൽ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈസ് എ മദർ ഓഫ് ബി ആൻഡ് സി മാരീഡ് ടു ഡി. അത് കഴിഞ്ഞിട്ട് ജി ഈസ് എ ഗ്രാൻഡ് മദർ ഓഫ് എഫ് ആൻഡ് ഓൺലി സൺ ഓഫ് ജി മാരീഡ് ടു എച്ച്. അങ്ങനെ ഒരു എന്നാൽ ആ ക്വസ്റ്റ്യനകത്ത് മൊത്തത്തിൽ ആ ഒരു ഫാമിലിക്കകത്ത് എത്ര ആൾക്കാരുണ്ടെന്ന് കൊടുത്തിട്ടില്ല. എത്ര മെയില് ഫീമെയിൽ മോർ ദാൻ മെയിൽ എന്നോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ എ ഈസ് മദർ ഓഫ് ബി ആൻഡ് സി എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഫാമിലിക്കകത്ത് എത്ര പേരുണ്ടെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഒരു ബ്ലഡ് റിലേഷൻ കിട്ടിയവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ഞാൻ എന്നിട്ട് 1 മിനിറ്റ്, എൻ്റെ 1 മിനിറ്റ് അല്ല, ഒരു 2 മിനിറ്റ് ഒക്കെ ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഒരു 2 എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. 1 മാർക്കാണെങ്കിൽ പോലും ഞാനത് ചെയ്യാൻ നിൽക്കില്ലായിരുന്നു, സ്കിപ്പ് ചെയ്യായിരുന്നു. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനത് 2 എണ്ണം കൊടുത്തായിരുന്നു. അതെനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ആ ഒരു ആൻസറും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പസിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. പസിലിനകത്ത് ഒരു അൺസർട്ടൻ ലീനിയർ അറേഞ്ച്മെന്റ് ആയിരുന്നു. ആ ഒരു പസിലിന് 3 മാർക്ക് ഉള്ളത് കാരണം ഞാനത് ഏറ്റവും ലാസ്റ്റാണ് ചെയ്തത്. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റിയില്ല. ഞാനത് ആ പസിലെല്ലാം ചെയ്ത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കും എൻ്റെ സമയം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ മന്ത് ബേസ്ഡ് പസിലുണ്ടായിരുന്നു. 8 പേര് വന്നിട്ട് 11-ാം തീയതി 22-ാം തീയതി അങ്ങനെ ഒരു പസിൽ, അത് 5 മാർക്കിൻ്റെയാണ്. പിന്നെ സ്ക്വയർ ബേസ്ഡ് ഇൻസൈഡ് ഔട്ട്, കുറച്ച് കോർണറിൽ ഇരിക്കുന്നവർ ഇൻസൈഡ്, സൈഡിലിരിക്കുന്നവർ ഔട്ട് സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ക്വയർ ബേസ്ഡ് പസിൽ ഉണ്ടായിരുന്നു. അത് 5 മാർക്കിൻ്റെയാണ്, അതും ചെയ്തു. പിന്നെ 8 പേര് തന്നിട്ട് 8 പേര് ഒരാളിന് താഴെയായിട്ട് ഇരിക്കുന്ന ഇതിലൊരു സീക്വൻസ് പസിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 5 മാർക്കിനാണ്. അപ്പോൾ ഈ ഒരു പസിലൊക്കെ ചെയ്തു. എനിക്ക് അൺസർട്ടൻ ലീനിയർ അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിന്റെ ആൻസർ മാർക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ഒറ്റ കാരണം ആ ഒരു ബ്ലഡ് റിലേഷൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. എന്നാൽ അതും എനിക്ക് കൺഫേം അല്ല അത് ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ റീസണിങ്ങിനകത്ത് എൻ്റെ അറ്റംപ്റ്റ് 29 ഉള്ളൂ. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു റീസണിങ് സെക്ഷൻ. കുറച്ചുകൂടി അറ്റംപ്റ്റ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി, എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ 27-ാം തീയതി എക്സാമുള്ള ആൾക്കാർ ഒരു ദിവസം മിനിമം 2 മോക്ക് ടെസ്റ്റെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് അനാലിസിസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ മോക്ക് ടെസ്റ്റ് എടുക്കുന്ന ആ ഒരു ആപ്പിനകത്ത് മെമ്മറി ബേസ്ഡ് 20-ാം തീയതി 21-ാം തീയതി നടന്ന എക്സാമിൻ്റെ മെമ്മറി ബേസ്ഡ് പേപ്പർ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ 27-ാം തീയതി എക്സാമിന് പോകുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ 20-ാം തീയതി 21-ാം തീയതി എക്സാം കഴിഞ്ഞാൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.